സർ, പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കേന്ദ്ര സർക്കാരിനോട് പറയുകയാണ്, കേരളത്തിലെ ഒരു മാധ്യമം വളരെ മോശമായ രീതിയിൽ നൽകിയ ഒരു വാർത്ത അതുടൻ തന്നെ പിൻവലിക്കാൻ മെറ്റയുമായി വേണ്ട രീതിയിൽ സംസാരിക്കണമെന്ന്. ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ മെറ്റയുമായി സംസാരിക്കുന്നു. മെറ്റ വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയകളിൽ നൽകിയ പോസ്റ്റ് കാർഡ് ഉൾപ്പെടെ റിമൂവ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി എവിടെയും ആരും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ വാർത്ത നീക്കം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ചാനൽ കൂടി അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വീഡിയോകൾ അല്ലെങ്കിൽ പോസ്റ്റ് കാർഡുകൾ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ കേരളത്തിലെ ഒരു മാധ്യമത്തിൽ നിന്ന് ഒരു വാർത്ത നീക്കം ചെയ്യുന്നതിലേക്ക് മെറ്റ കടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? അത്തരം ഒരു മാധ്യമ അടിയന്തരാവസ്ഥ കേരളത്തിലുണ്ട്? കേരളത്തിൽ മാധ്യമ അടിയന്തരാവസ്ഥയുണ്ട്, മാധ്യമ വേട്ടയുണ്ട്, മാധ്യമ സെൻസർഷിപ്പ് ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനലിന്റെ 11 വാർത്തകൾ 24 മണിക്കൂറിനകം മെറ്റ നീക്കം ചെയ്തു. അതിന് പിന്നിൽ സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയാണ് അവർ ഉന്നയിച്ച ആരോപണം. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സൈബർ സെല്ലുകൾ CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് വി.ഡി. സതീശനെതിരായ വിമർശനങ്ങൾ മുഴുവൻ വെട്ടിനിരത്തി, മെറ്റ വെട്ടിനിരത്തി ഒത്തിരി വാർത്താ കാർഡുകൾ റിപ്പോർട്ടർ ടിവിയുടെ മാത്രമല്ല, ഏഷ്യാനെറ്റ്, കൈരളി ന്യൂസ്, ദേശാഭിമാനി തുടങ്ങിയവരുടെയൊക്കെ സർക്കാരിനെതിരായിട്ടുള്ള, സംസ്ഥാന സർക്കാരിന് ഹിതകരമല്ലാത്ത വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് വിമർശനം. അത് ഒട്ടേറെ ഭീകരമായ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. കാര്യം മാധ്യമ ഏകാധിപത്യമാണ് ഇത്, പിന്നെ അങ്ങനെയാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഇന്ന് പത്രസമ്മേളനത്തിൽ, മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ വി.ഡി. സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വലിയ സംഭവമാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് തമാശയായി അദ്ദേഹം പറഞ്ഞത്. കാര്യം ഇതിന്റെ എങ്ങനെയാണ് ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നീക്കം ചെയ്യപ്പെടുന്നത്? അതിന് നിയതമായ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിലേക്ക് കടക്കും മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, പണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസ്ബുക്ക് മുതലുള്ള മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഈ സ്ഥാപനങ്ങൾ നൽകുന്ന സൗജന്യ കഞ്ഞി വീഴ്ത്ത് കേന്ദ്രങ്ങളാണ്. കാര്യം അവർക്ക് അവരുടെ ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഒരു സ്ഥലം, സൗജന്യ സ്ഥലമാണിത്. അവർക്കത് വേണമെങ്കിൽ എടുത്തു മാറ്റാം, പിൻവലിക്കാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ കാശ് കൊടുത്തിട്ടല്ല ഫേസ്ബുക്കിൽ നമ്മൾ അംഗത്വം എടുക്കുന്നത്, കാശ് കൊടുത്തിട്ടല്ല നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഇല്ല. ഇതൊരു ഫ്രീ ആയിട്ടുള്ള, സൗജന്യമായിട്ടുള്ള സ്പേസ് ആണ്. അപ്പൊ മെറ്റ ഇത് നീക്കം ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ മെറ്റയുടെ മാത്രമല്ല, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അൽഗോരിതംസ് ഉണ്ട്, നമുക്കറിയാം. അതിന് ചില സാങ്കേതികമായ ചില സംവിധാനങ്ങളുണ്ട്. ഓട്ടോമാറ്റഡ് ഡിറ്റക്ഷൻ സംവിധാനമുണ്ട്. അത് നമുക്ക് വരുന്ന സ്ഥിരമായി ഒരു പ്രത്യേക രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തകൾ, വീഡിയോകൾ, ഫോട്ടോകൾ, അങ്ങനെ നിരോധിക്കപ്പെടേണ്ട മയക്കുമരുന്ന്, അതിന്റെ വ്യാപനം, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ ഓട്ടോമാറ്റഡ് ഡിറ്റക്ഷൻ സംവിധാനം ഉപയോഗിച്ച് ഇത് കണ്ടെത്തുകയും അത് ആ നിമിഷം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുകയും, ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നറിയിച്ച് അത് പോസ്റ്റ് ചെയ്ത ആളിന് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത്തേത്, നമുക്കത് ഒരു കണ്ടന്റ് വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു വ്യാജ പ്രചാരണമാണ്, അസത്യമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള, കുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് വായനക്കാർക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്കറിയാം, അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഉള്ളടക്കം അതൊരു ടീം പരിശോധിക്കും, സോഷ്യൽ മീഡിയ ടീം പരിശോധിക്കും. മെറ്റയുടെ പരിശോധിച്ചിട്ട് അതിൽ സത്യമുണ്ടോ എന്നവർ നോക്കിയിട്ട് ഒന്നുകിൽ അത് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത ആളിന് അതിൻ്റെ ഇൻറ്റിമേഷൻ കൊടുക്കും. വസ്തുതയില്ല, ഈ ഓട്ടോമാറ്റിക്കായിട്ട് മറക്കപ്പെട്ട അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ട ഒരു ഉള്ളടക്കത്തിന് വസ്തുതയില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഇവിടെ അറിയേണ്ട ഒരു കാര്യം, റിപ്പോർട്ടർ TV പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം, കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം 139 ഗ്രാം MDMA-യുമായി മുഹമ്മദ് ഹുസൈൻ എന്ന
പെരുമ്പാവൂരിലെ വെങ്ങോലയിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ വലിയകുളം മേഖലാ പ്രസിഡന്റിനെയും 3 പേരെയും അറസ്റ്റ് ചെയ്തു തൂഫാന്റെ ഭാഗമായി. ഇതുമായിട്ട് ബന്ധമുള്ള പെരുമ്പാവൂരുകാരനായ മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തു. നാട്ടിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് വി ഡി സതീശന്റെ ആരാധകനായിട്ടാണ്. ടീം വി ഡി സതീശൻ എന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഇദ്ദേഹത്തിനുണ്ട്. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തത് ഇത് ലഹരി വേട്ടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ വി ഡി സതീശന്റെ ഓഫീസിലുള്ള ആളാണ് എന്നാണ്, മാധ്യമ ടീമിലുള്ള ആളാണ് എന്നാണ്. അതിന്റെ വസ്തുതകൾ ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ടീം വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു ഈ വ്യക്തിയുടെ, മുഹമ്മദ് ഹുസൈൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ഫേസ്ബുക്ക് പേജാണ്. ഇന്ന് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്, താൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴോ അതിനുശേഷം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴോ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ടീമേ തനിക്കില്ല. ഇങ്ങനെ ഒരാൾ ഈ ടീമിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അദ്ദേഹത്തെ തനിക്കറിയാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ താൻ പോയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ അതിന് പ്രതിഷേധം പ്രകടനം നടത്തിയതിന് ഇയാൾ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയും പോലീസിന്റെ പീഡനത്തിന് ഇരയാകുകയും ചെയ്തു. അങ്ങനെ ഒരു മീറ്റിംഗിൽ അങ്ങനെയുള്ളവരെ താൻ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലും താൻ പോയിരുന്നു എന്നല്ലാതെ ഇദ്ദേഹവും ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ലഹരി മാഫിയ തലവനാണെന്നും ഞാൻ ഒത്തിരി ഫേസ്ബുക്ക് പോസ്റ്റ്, അനുബന്ധ സഖാക്കന്മാരുടെ പോസ്റ്റുകൾ വായിച്ചു. ഈ ലഹരി മാഫിയയുടെ പണം കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വ്യാപകമായ പ്രചാരണം നടത്തിയതെന്നും ഇദ്ദേഹത്തിന്റെ ബന്ധം വ്യക്തമാണെന്നും ഒക്കെ ഇങ്ങനെ എത്ര ഗംഭീരമായ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. സത്യത്തിൽ CPM നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തുന്ന വ്യക്തിഹത്യയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. CPM അത് MV ഗോവിന്ദൻ മാഷെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പേരിന്റെ ചിരിയുടെ ആഹാരത്തിന്റെയൊക്കെ പേരിൽ അദ്ദേഹത്തെ നിരന്തരമായി അപമതിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തി വിമർശിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള വിമർശകർ പറയുന്നത് മുഖവിലക്കെടുത്തു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ലീഗൽ ടേക്ക് ഡൗൺ ഓർഡേഴ്സ് സംസ്ഥാന ഗവൺമെന്റിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതായത് ഇതിന്റെ ഈ പറഞ്ഞ നീക്കം ചെയ്യപ്പെട്ട റിപ്പോർട്ടർ TV പറയുന്നു 11 വാർത്തകൾ, ബാക്കി ചില മാധ്യമങ്ങൾ പറയുന്നു ഈ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ബാക്കി മാധ്യമങ്ങളുടെ ഒട്ടേറെ വാർത്തകൾ നീക്കം ചെയ്യപ്പെട്ടു. ഇതിൽ സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെങ്കിൽ ലീഗൽ ടേക്ക് ഡൗൺ നോട്ടീസ് ഒഫീഷ്യലായി മെറ്റയ്ക്ക് അയക്കണം. അങ്ങനെ ഒരു സംഭവമേ താൻ അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ആരുടെയെങ്കിലും കയ്യിൽ രേഖയുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർ കൃത്യമായി സംസ്ഥാന ഗവൺമെന്റ് മെറ്റയോട് ആവശ്യപ്പെട്ടതിന്റെ എന്തെങ്കിലും തെളിവ് പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും വ്യാജ പ്രചാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോമേറ്റഡ് ഡിറ്റക്ഷൻ സംവിധാനം ഉപയോഗിച്ചിട്ട് മെറ്റ തന്നെ നേരത്തെ ശശി തരൂരിന്റെ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്തിരുന്നു, പിന്നെ പ്രസ്താവിച്ചു. ഇന്ന് പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് തന്നെ അനുകൂലിക്കുന്ന 3 പോസ്റ്റുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അഫക്റ്റഡ് പാർട്ടീസ്, ഇത് റിപ്പോർട്ടർ ചാനലോ അല്ലെങ്കിൽ ബാക്കി മാധ്യമങ്ങളോ മെറ്റയ്ക്ക് പരാതി അയച്ചു കഴിഞ്ഞാൽ അവർ അത് പുനഃപരിശോധിച്ചിട്ട് സോഷ്യൽ മീഡിയ ടീം വേണമെങ്കിൽ അത് നിലനിർത്തും, അല്ലെങ്കിൽ അത് പിൻവലിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നിൽക്കും. അറിയേണ്ടത് മുഖ്യമന്ത്രി സൈബർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ, മാധ്യമ വേട്ട നടത്തിയിട്ടുണ്ടോ എന്ന് തെളിയിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മെറ്റയ്ക്ക് ലീഗൽ ടേക്ക് ഡൗൺ നോട്ടീസ്, ഈ ഉള്ളടക്കം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ് കത്ത് പോയിട്ടുണ്ടോ, ഇമെയിൽ പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആരോപണങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ CPM-ഉം ഒരു വിഭാഗം ആൾക്കാരും നടത്തുന്ന നിരന്തരമായ കുപ്രചാരണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ.
സാർ ഈ വിലയിരുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ഇത്തരത്തിലൊരു കുപ്രചാരണമാണോ നടന്നത് എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കൂടി വി ഡി സതീശൻ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്ലാനിംഗ് തന്നെ ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത്ര വലിയ സംഭവമായി പോയി എന്നത് അദ്ദേഹം അറിയുന്നു അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല, ആ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രീതിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രം മെറ്റയോട് പറഞ്ഞിട്ടാണ് മെറ്റ ഇതെല്ലാം റിമൂവ് ചെയ്തത് എന്ന നിലയിലേക്ക് വാർത്തകൾ നൽകി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.